ഹായ് ഓൾ, ഞാൻ നന്ദന വിനോദ്, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് നെയിംസ് ഡൽഹി. അപ്പോൾ എൻ്റെ നീറ്റ് എക്സാമിൽ ബയോളജിയിൽ 360 ഔട്ട് ഓഫ് 360 എനിക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നും എന്നൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ബയോളജി പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ. നീറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. നിങ്ങൾക്ക് നീറ്റിൽ ഒരു ടോപ്പർ ആണെന്നുണ്ടെങ്കിൽ ബയോളജി നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, വീക്ക് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് നന്നായി പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തു പോയ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ബയോളജിയിലായിരിക്കും. നിങ്ങൾക്ക് അധികം ടൈം എടുക്കത്തുമില്ല. നിങ്ങൾക്ക് അതിന് സേവ് ചെയ്ത ടൈം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലേക്ക് ഡിവോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ബയോളജിയിൽ ഒരു സ്ട്രോങ് നോളജ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ബയോളജിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് NCERT ആണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്നത് NCERT നിന്നായിരിക്കും. അപ്പം NCERT എങ്ങനെ വായിക്കണം എന്നായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചാപ്റ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ 3 തവണയായിരുന്നു റീഡ് ചെയ്തിരുന്നത്. ഓരോ തവണയും ഞാൻ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിരുന്നതായിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ആ ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ എടുത്തിരുന്നത്. ഓരോരോ ലൈൻ ബൈ ലൈൻ വായിച്ച് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് പോയിന്റ്സ് NCERTയുടെ സൈഡിൽ എഴുതുക. നമുക്ക് അറിയത്തില്ലാത്ത സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എവിടെയെങ്കിലും സൈഡിൽ വേറെ എഴുതി വെക്കുക, അതിന്റെ മീനിങ് എഴുതുക. ഇതൊക്കെയായിരിക്കും ഫസ്റ്റ് റീഡിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പം ആ ചാപ്റ്ററിനെ പഠിക്കുവല്ല ഫസ്റ്റ് തവണ നമ്മൾ വായിക്കുമ്പോൾ ചെയ്യേണ്ടത്. ആ ചാപ്റ്റർ എന്താണ്, അതിലെ കണ്ടന്റ് എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കുക. അതിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്, എന്തൊക്കെയാണ് പറയുന്നത്, ലൈൻ ബൈ ലൈൻ എന്താണ് ആ ചാപ്റ്റർ എന്നുള്ളത് മനസ്സിലാക്കുമായിരിക്കും ഫസ്റ്റ് റീഡിങ്ങിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ബയോളജി മടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് കുറച്ചു നേരം പഠിച്ചിട്ട് പിന്നെ തിരിച്ച് ബയോളജിയിലേക്ക് വരാം. അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത സെക്കൻഡ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് റീഡിംഗ് ആകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് റീഡിങ്ങിന് എടുത്തത്രേ സമയം എടുക്കത്തില്ല. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ബിക്കോസ് നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഓരോ തവണ വായിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച് പോവുക. സെക്കൻഡ് റീഡിങ്ങിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. സെക്കൻഡ് ടൈം റീഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ വായിച്ച ആ ചാപ്റ്ററിലെ മിനിമം ഒരു 100 ക്വസ്റ്റ്യൻസ്, ബയോളജി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അത്ര സമയം എടുക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 100 എന്ന് പറഞ്ഞത്. മിനിമം ഒരു 100 ക്വസ്റ്റ്യൻസ്. ഇനി ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, മനസ്സിലാകാഞ്ഞ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാഞ്ഞ ക്വസ്റ്റ്യൻസ്, ഇതിനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ് ടോപ്പിക്കിലേക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തേർഡ് ടൈം റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോയ ആ പോർഷൻസിലെ, അതായത് കൺഫ്യൂഷൻ ഉള്ള ആ പോർഷൻസിലെ ടോപ്പിക്സ് ഒന്നുകൂടി വായിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ടോപ്പിക്സ് ഏതാണെന്നുള്ളത്. പക്ഷെ ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് ആണ് ടഫ് ആയിട്ടുള്ളത്. അതൊന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം ആ റീഡ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബയോളജി NCERT റീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓഡിയോ ബുക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതായത് NCERT തുറന്നു വെക്കും, ഇയർഫോൺസ് യൂസ് ചെയ്യും, ഓഡിയോ ബുക്ക് പ്ലേ ചെയ്യും. അപ്പൊ അവര് അതിൽ NCERT ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യും, ഞാനും കൂടെ തന്നെ വായിച്ചു പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്നും കേട്ടിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് ഒഴിവാക്കാനും കൂടെ പറ്റിയിരുന്നു. അപ്പം ആ രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ബയോളജി പറയാനുള്ള ഒരു വലിയ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ, ഒരിക്കലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അല്ലാതെ നിങ്ങൾ ഗൈഡിനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഗൈഡിൽ തന്നിട്ടുള്ള സംഭവങ്ങൾ വായിച്ച് പഠിക്കാനൊന്നും ശ്രമിക്കരുത്. പിന്നെ ബയോളജിനെ ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. ബയോളജി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോഴത്തേനും ആൻസർ ഗസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും ഒരിക്കലും പാടില്ല. ബിക്കോസ് ബയോളജിയിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ പോകുന്നത്. അപ്പൊ ആ സബ്ജക്റ്റിനെ നിങ്ങൾ സ്ട്രോങ് ആക്കി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ ഈ ആപ്പ് അടിപൊളിയാണെന്ന് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നീറ്റ് 2026 97% ഓഫ് ക്വസ്റ്റ്യൻസും റീനീറ്റ് 2026 94% ഓഫ് ക്വസ്റ്റ്യൻസും ഇവരുടെ ഈ ആപ്പിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രൂഫ് ഇവരുടെ ആപ്പിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ബയോളജിയിൽ 2 ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ക്ലാസ് 11ലെയും ക്ലാസ് 12ലെയും. ഇതിലെ സെൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും 8.1, 8.2. ഇതൊക്കെ നിങ്ങളുടെ NCERTലെ സെയിം ടോപ്പിക്സ് ആണ്. 8.5 നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 8.5.1, 8.5.2. ഇതൊക്കെ നിങ്ങളുടെ NCERTലെ സെയിം ടോപ്പിക്സും സബ് ടോപ്പിക്സും ആണ്. ഇതില് ആ റെസ്പെക്റ്റീവ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഓരോ ലൈനിൽ നിന്നും, ഓരോ ടേബിളിൽ നിന്നും, ഓരോ ഡയഗ്രത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ സെക്ഷനുകളിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഉള്ള NCERTയിലെ ചില ടോപ്പിക്സ് റിമൂവ്ഡ് ആണ്, പക്ഷെ അത് നമുക്ക് നീറ്റിന് ചോദിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സും ഈ ആപ്ലിക്കേഷനിലുണ്ട്. ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്.
പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുക എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവരുടെ ന്യൂറോൺസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ എന്താണ് റിവൈസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്താണ് ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തരും. ഈ ആപ്ലിക്കേഷന്റെ പേര് മെമോ നീറ്റ് എന്നാണ്. അപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിലെ ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ അത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 റുപ്പീസ് ഫ്രീ ക്യാഷ് അവൈൽ ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഏത് പ്ലാൻ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ആപ്പിലെ 50% ഫീച്ചേഴ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ടാർഗറ്റ് 680+ എന്ന പ്ലാൻ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ 360 മാർക്സ് എന്ന ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.